ഹലോ, അലയൻസ് മാഷല്ല ഇന്ന് ഞാനാണ്. അപ്പൊ നമ്മൾ ശാസ്ത്രമേള അടുക്കുന്നത് കൊണ്ട് നമ്മളെ വീഡിയോസ് ഒക്കെ കുറച്ചും കൂടി അതിനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യുപിക്കാർക്കും ഹൈസ്കൂളുകാർക്കും പറ്റിയിട്ടുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പസിലാണ്. ഓക്കെ, അപ്പം നമുക്കതൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഒരു ഗ്രാൻഡ് ഉണ്ട്, ഒരു അപ്പൂപ്പനുണ്ട്. അപ്പൂപ്പന് ഒരു വൃത്താകൃതിയിൽ ഒരു പറമ്പുണ്ട്. ഓക്കെ, വൃത്താകൃതിയിൽ അപ്പൂപ്പന് ഒരു പറമ്പുണ്ട്. അതിന്റെ ഒരു മൂലയ്ക്കായിട്ട്, ഇത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ അതിന്റെ ഒരു മൂലയ്ക്കായിട്ടാണ് ഇവരുടെ തറവാട്ട് വീട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അപ്പൂപ്പന് രണ്ട് ഭാര്യമാരാണുള്ളത്. എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാര്യ, ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാര്യ. ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക, അതുകൊണ്ടാണ് ഞാൻ എയും ബി എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്ക് 4 മക്കളുണ്ട്, ബിക്ക് 4 മക്കളുണ്ട്. ഓക്കെ, അപ്പൊ ഈ 8 മക്കൾക്ക് കൂടെയായിട്ട് ഈ വൃത്താകൃതിയിലുള്ള പറമ്പ് മുറിച്ചു നൽകണം. അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം അപ്പൂപ്പിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഒബ്വിയസ്ലി ഒരു ഫസ്റ്റിലാകുന്ന സമയത്ത് അപ്പൂപ്പിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അപ്പൂപ്പിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് എന്തല്ല, എല്ലാം ഒരു സിമെട്രിക് ആയിട്ടുള്ള ഒരു ഏരിയയിലല്ല ഇരിക്കുന്നത്. കുറച്ച് ഭാഗം ടൗണിനോട് അടുത്താണ്, കുറച്ച് ഭാഗം കുറച്ച് ഉള്ളിലേക്കാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ പറമ്പുള്ളത്. അപ്പം ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അല്ല ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം ടൗണിലുള്ള ഒരാൾക്ക് 3 സെന്റ്, ഒത്തിരി ഉള്ളിലുള്ള ഒരാൾക്ക് 3 സെന്റ് എന്ന് പറയുന്ന സമയത്ത് ഡസന്റ് മേക്ക് എനി സെൻസ് അല്ലെ. കാരണം ടൗണിലുള്ള ആൾക്ക് എന്താണ് വില കൂടുതലായിരിക്കും സ്ഥലത്തിന് എന്നുള്ളത്. അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ, ആരുടെ സ്ഥലം ഒരുപോലെ ഉണ്ടാവാൻ പാടില്ല, ഒരു ഏരിയ ആവാൻ പാടില്ല, ഒരു ഷേപ്പ് ആവാൻ പാടില്ല. അതാണ് ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് അപ്പൂപ്പൻ അറിയാം എന്ത്, അപ്പൂപ്പൻ അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ മക്കൾ തമ്മിൽ അടി ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എയുടെ മക്കളും ബിയുടെ മക്കളും അടി ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവരൊരു ഒരുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൂപ്പൻ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എയുടെ സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക, എ എപ്പോഴും അതിർത്തി പങ്കിടുന്നത് ബിയുടെ മക്കളുമായിട്ടായിരിക്കണം. ബി എപ്പോഴും അതിർത്തി പങ്കിടുന്നത് എയുടെ മക്കളുമായിട്ടായിരിക്കണം. ഇപ്പൊ 2 അതിർത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 2 സൈഡിലും എന്തായിരിക്കണം, മറ്റേ ആളുടെ മക്കളായിരിക്കണം. ഇതാണ് അപ്പൂപ്പന്റെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ വീട് കണ്ടല്ലോ, ഈ തറവാട് വീട്, ആ തറവാട് വീടുകളിലേക്ക് എല്ലാവർക്കും നേരിട്ട് സ്വന്തം പറമ്പ് വഴി എത്താൻ പറ്റണം. വേറെ ആളെ പറമ്പ് കൂടെ വളഞ്ഞു തിരിഞ്ഞു എന്ന് പറയുന്നത്, നേരിട്ട് സ്വന്തം പറമ്പ് കൂടെ നടന്നിട്ട് ഈ വീട്ടിൽ എത്താൻ പറ്റണം. അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ കണ്ടീഷനാണ് ഇതിൽ ക്വസ്റ്റ്യൻ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. എയുടെ മക്കൾക്ക് മൊത്തത്തിൽ കിട്ടുന്ന ഏരിയയും ബിയുടെ മക്കൾക്ക് മൊത്തത്തിൽ കിട്ടുന്ന ഏരിയയും തുല്യമായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ഈ ഭാര്യമാർ തമ്മിൽ അടിയായിരിക്കും. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എക്ക് ടോട്ടൽ കിട്ടുന്ന ഏരിയയും ബിക്ക് ടോട്ടൽ മക്കൾക്ക് കിട്ടുന്ന ഏരിയയും സെയിം ആയിരിക്കണം. അപ്പൊ എന്തൊക്കെയാ കണ്ടീഷൻസ് പറയുന്നത്, 1, ആരുടെയും രൂപങ്ങൾ ഒരേപോലെ ആവാൻ പാടില്ല, ഏരിയ ഒരേപോലെ ആവാൻ പാടില്ല, ഷേപ്പ് ഒരേപോലെ ആവാൻ പാടില്ല. 2, എന്താണ്, എല്ലാവർക്കും പറമ്പ് വഴി നേരിട്ട് സ്വന്തം വീട്ടിലേക്ക് എത്താൻ പറ്റണം. 3, ഒരാൾ അതിർത്തി പങ്കിടുന്നത് മറ്റേ ആളുടെ മക്കളുമായിട്ട് മാത്രമായിരിക്കണം. 4, എക്ക് ടോട്ടൽ കിട്ടുന്ന ഏരിയയും ബിക്ക് ടോട്ടൽ കിട്ടുന്ന ഏരിയയും സെയിം ആയിരിക്കണം. ഓക്കെ, ഇനി ഒരു കണ്ടീഷൻ കൂടി ഉള്ളത്, ഇത് ആകെ 4 മുറി കൊണ്ട് എന്ത് ചെയ്യണം, 8 പേർക്കായിട്ട് മുറിച്ചു കൊടുക്കണം. 4 മുറി മാത്രമേ മുറിക്കാൻ പാടുള്ളൂ സർക്കിളിന്. ഓക്കെ, സർക്കിളിന് 4 മുറി കൊണ്ട് ഈ 8 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഇതാണ് കണ്ടീഷൻസ്. ഇതിലാകെ ഒരു സാധനം കണ്ടീഷൻ അല്ല, പക്ഷെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വൃത്താകുന്ന സമയത്ത് എപ്പോഴും ഒരു സെന്റർ ഉണ്ടല്ലോ. സെന്റർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഈ സ്ഥലത്തിന്റെ എന്തറിയില്ല, നമുക്ക് സെന്റർ എവിടെയാണ്, വൃത്തത്തിന്റെ കേന്ദ്രം എവിടെയാണ് എന്ന് നമുക്ക് അറിയാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് നമ്മളുടെ പസിൽ എന്ന് പറയുന്നത്. ഈ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഒരു രൂപത്തിന് 8 മക്കൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് പസിൽ. ഓക്കെ, ഓൾറൈറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ബാക്ക് ടു ദ വീഡിയോ, ഒന്നും കൂടെ കണ്ടാൽ മതി. നമ്മൾ കണ്ടീഷൻസ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ആൻസർ. ഓക്കെ, ഇതിന്റെ ആൻസർ നമ്മൾ ഇപ്പൊ പറയുന്നില്ല. കാരണം ഒരു പസിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് ശാസ്ത്രമായിട്ട് ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഒരു കുട്ടി ഒരു സ്വന്തമായിട്ട് ഒരു ഐഡിയ കണ്ടുപിടിക്കുക, അത് പ്രസന്റ് ചെയ്യുക, അതിന്റെ ഒരു ബ്യൂട്ടി ആ കുട്ടിക്ക് മനസ്സിലാവുക എന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പസിൽ പറഞ്ഞ് നമ്മൾ ആൻസറും പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. അപ്പൊ ഐഡിയ തന്നെ നമ്മൾ അതിനെ ഇൻവാലിഡേറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ നമ്മളിപ്പോ പറയുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മാക്സിമം ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക, ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക് എന്നുള്ളത്, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. കുറേ പേർക്ക് ഇതുപോലെ ആൻസർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ ഇതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യും. അതുവരെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ഓക്കെ, ഗ്രേറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമുക്ക് നോക്കാം. ഓക്കെ, ബൈ.